നിന്ന് മുസ്ലിമിലേക്ക് ഇസ്ലാം മതത്തിലേക്ക് വരുന്ന ആളുകൾ ഇന്നത്തെ കാലത്ത് കണക്കുകൾ വെച്ച് നോക്കുന്ന സമയത്ത് അത് വളരെ വലുതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പാശ്ചാത്യ സംസ്കാരം കൊണ്ടു നടന്ന് അത് സ്വീകരിച്ച് ഇസ്ലാമിൽ നിന്ന് അല്ലെങ്കിൽ ഈ മാർഗത്തിൽ നിന്ന് വഴി തെറ്റി നടക്കുന്ന മുസ്ലിം സമൂഹം, ഈ ഒരു രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു വിഷയത്തെ നോക്കി കാണാൻ സാധിക്കും. അപ്പോ ഈ ഒരു കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് പാശ്ചാത്യ സമൂഹം അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരം അല്ലെങ്കിൽ യൂറോപ്യൻ സംസ്കാരം, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് നോക്കുന്ന സമയത്ത് ആ ഒരു വീക്ഷണവും അതുപോലെ എന്താണ് ഇസ്ലാമിക സംസ്കാരവും എന്താണ് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ, ഇത്ര 3 രീതിയിലാക്കി നമുക്ക് ഇതിനെ തരംതിരിച്ചിട്ട് അതിന്റെ ബേസ് മുതൽ തുടങ്ങാമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോ ഈ പാശ്ചാത്യ സംസ്കാരം എന്നുള്ളത് ഒരിക്കലും ഒരു ജർമ്മനി അല്ലെങ്കിൽ ഇറ്റലി അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള രാജ്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംസ്കാരമല്ല. അത് മൊത്തത്തിൽ എല്ലാ രാജ്യങ്ങളിലും ആ ഒരു ഏരിയത്തെ മൊത്തം കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ മൊത്തം ഉണ്ടാകുന്ന ജീവിത രീതി അല്ലെങ്കിൽ ആ ഒരു മൊത്തം രാജ്യങ്ങളിലും അല്ലെങ്കിൽ ആ ഒരു ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന മൊത്തം സംസ്കാരങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയാണ് ഈ പാശ്ചാത്യ സംസ്കാരം എന്നുള്ളത്. അതുപോലെ അവിടെ ഉണ്ടാകുന്ന ലിബറൽ ചിന്താഗതി, അവിടെ ഉയർന്നിട്ടുള്ള ലിബറൽ ചിന്താഗതി, സെക്യുലറിസം, ഈ പുതിയ നൂതനമായിട്ടുള്ള ആശയങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ആദ്യം അതിൽ നോക്കേണ്ടത്. അപ്പോ ഈ ഒരു കാര്യങ്ങൾ പിന്നെ എന്ത് സംഭവിച്ചു, പിന്നെ ആ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് അവർ അതിനെ നിരീക്ഷിക്കുന്നത്, പിന്നെ അവർക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ ഇതിൽ വീക്ഷിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും യൂറോപ്യൻ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഏഷ്യൻ, ഈ ഒരു ഓറിയന്റലിസ്റ്റ് ഭാഗങ്ങളിലേക്ക് വന്നിട്ടുള്ളത് ലിബറൽ ചിന്താഗതികളാണ്. അതായത് ഫാഷൻ, അതുപോലെ ഭാഷ, ഇങ്ങനത്തെ കാര്യങ്ങൾ, വസ്ത്രം, വിവാഹം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ ഓറിയന്റലിസ്റ്റ് ആയുള്ള ആളുകളൊക്കെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഏഷ്യൻ ഭാഗങ്ങളിലെ ആളുകളൊക്കെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത് ഈ പുതിയ ഭാഷ അല്ലെങ്കിൽ പുതിയ വസ്ത്രധാരണ, ഇതെല്ലാം കാര്യങ്ങളും ഈ പാശ്ചാത്യ സംസ്കാരങ്ങളിൽ നിന്ന് അവർ പലതായിട്ട് ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ LGBT വാദങ്ങളൊക്കെ അവിടുന്ന് ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ആളുകൾ ഉപേക്ഷിച്ച അല്ലെങ്കിൽ അവിടുന്ന് അവർ നീക്കം ചെയ്ത് കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്ന് ഈ ഓറിയന്റലിസ്റ്റ് ആളുകൾ വളരെ സംഭവമായിട്ട് അതിനെ എടുത്തു കാണിക്കുകയും അതിനൊരു മോഡേൺ ശൈലിയായിട്ട് അവരതിനെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ LGBT വളരെ തരംഗമായി നിൽക്കുന്നു. അതുപോലെ മോഡേൺ ചിന്താഗതികളും മോഡേൺ വസ്ത്രധാരങ്ങളൊക്കെ വളരെ സുലഭമായി ഇപ്പോൾ നിലനിന്ന് പോകുന്നത്. അതുപോലെയാണ് മനുഷ്യൻ ഇവിടെ നമ്മൾ രണ്ടാമത് നോക്കേണ്ട ഒരു കാര്യമാണ് ഈ അസിമിലേഷൻ. ഇതെങ്ങനെയാണ് ലയിച്ചു ചേരുന്നത് അതിന് കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഈ വിഷയത്തിന്റെ പ്രസക്തി വരുന്നത് ഇപ്പോ മജ്‌ലിസ് ഉമരിയ വാഫി കോളേജിൽ തുണി മാറ്റി പാന്റാക്കി, ആ ഒരു പ്രശ്നമല്ല ഈ ഒരു വിഷയം നമ്മൾ ഇവിടെ സംസാരിക്കാനുള്ള പ്രധാന കാരണം. നമ്മൾ ഈ വിഷയത്തെ ഞാൻ വീക്ഷിക്കുന്നത് പറഞ്ഞാല് ഐഡിയോളജിക്കലി വരുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ ഫോക്കസ് ചെയ്യാതെ നമ്മുടെ നാട്ടിൽ ഈ ഐഡിയോളജിക്കലി നമ്മള് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഈ ഒരു ഐഡിയോളജീസ് കാര്യങ്ങളൊക്കെ നേരിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മള് ഇപ്പോ മറ്റു സ്ഥലങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. ഇപ്പോ ഈ ഒരു അസിമിലേഷൻ പറഞ്ഞല്ലോ, ഈ ലയിച്ചു ചേരൽ പറഞ്ഞല്ലോ, അപ്പോ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അമേരിക്കൻ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ്. അതായത് അമേരിക്കക്കാർക്ക് മാത്രം സെപ്പറേറ്റ് ആയിട്ടൊരു ഇസ്ലാം. അവിടെ ഓൽക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാല് കുറച്ച് ആൾക്കാർ വാദഗതി കേട്ടോ, നമ്മള് ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഒപ്പം നിസ്കരിക്കാം. അതുപോലെ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ കൾച്ചറിൽ പെട്ട ഒരു XYZ ആസ്പെക്ട്സ് ഉണ്ട്. അപ്പോ അമേരിക്കൻ കൺസെപ്റ്റിൽ ഇഖ്തിലാത്ത് പറ്റും അമേരിക്കൻ കൾച്ചറിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മളെ ഇസ്ലാമിക ട്രഡീഷൻസ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു അമേരിക്കൻ കൾച്ചറിന് കുറച്ച് ഒന്ന് പരിഗണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു
അവിടുത്തെ കൾച്ചറൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചു കൊണ്ട് വേണം നമ്മളെ പ്രാക്ടീസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇതിൽ കുറച്ചുകൂടി എക്സ്ട്രീം ആയിട്ടുള്ള വേർഷനാണ് നമ്മളിപ്പോൾ LGBT ആക്ടിവിറ്റീസ് ഒക്കെ വളരെയധികം അധികരിച്ചു വരുന്ന കാലമാണ്. അപ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിലവിൽ ഭയങ്കര പിന്തുണയൊക്കെയാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരുടെ വാദഗതി എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ മുസ്ലിങ്ങൾ LGBT ആക്ടിവിസ്റ്റുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ മുസ്ലിങ്ങളെ അത് ബാധിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഇപ്പോൾ LGBT ആക്ടിവിസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ പ്രൊപ്പഗാൻഡ ഇറക്കും. എന്ത് മുസ്ലിങ്ങള് സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്ത് ചെയ്യാ വെച്ചാൽ സോഷ്യലി നമ്മൾ നോക്കുമ്പോൾ ഒരു ഇമേജ്, ഇസ്ലാമിന്റെ ഇമേജിന് അത് കേടുപാട് സംഭവിക്കുന്നുണ്ട്. പക്ഷേ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ LGBT നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കരുതാം. ഓരെന്തിനാക്കാൻ സപ്പോർട്ട് ചെയ്യണ്ടാവുക? ഇപ്പൊ നമ്മള് പള്ളി ഉണ്ടാക്കാം. പക്ഷെ പള്ളി ഉണ്ടാക്കാന്നുള്ളത് LGBT ആക്ടിവിസ്റ്റിന് വിരുദ്ധമല്ല. പക്ഷേ LGBT ആക്ടിവിസം അല്ലെങ്കിൽ ഇത് മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെയിം സെക്സ് മാരേജ് ആയിക്കോട്ടെ, അങ്ങനത്തെ ഒരുപാട് ആശയങ്ങൾ അതെല്ലാം ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമാണ്. എന്നിട്ടും ചില മുസ്ലിങ്ങളാണ് പ്രശ്നം, മുസ്ലിങ്ങളുടെ കാര്യമാണ് പറയുന്നത്. എന്നിട്ടും ചില മുസ്ലിങ്ങൾ ഇങ്ങനെയൊക്കെ വാദഗതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഈ ഒരു വിഷയത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് മുസ്ലിങ്ങൾ ആ വിഷയത്തിലൊക്കെ നമ്മൾക്ക് പിന്നീട് തിരിച്ചു വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട വിധികർത്താക്കളെ, എൻ്റെ സഹ പാനൽ മെമ്പേഴ്സ്, നമ്മള് വെസ്റ്റേൺ സംസ്കാരത്തിലേക്ക് ലയിക്കുന്ന മുസ്ലിം സമൂഹം എന്നുള്ള വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മുൻപേയുള്ള പാനൽ മെമ്പേഴ്സ് എല്ലാം പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ നമ്മിലേക്ക് വരുന്ന ഒരു ടിപ്പിക്കൽ മുസ്ലിം എന്നുള്ള നിലയ്ക്ക് വെസ്റ്റേൺ സംസ്കാരം എന്ന് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മിലേക്ക് വരുന്ന ഒരുപാട് ചിന്തകളുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഇൻഡിവിജ്വലിസം, എക്സ്ട്രീം ആക്ടിവിസം, അങ്ങനെയുള്ള കുടുംബ ബന്ധം തകർക്കപ്പെടൽ എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. എന്നാൽ ഇവയൊന്നും ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അത് യഥാർത്ഥത്തിൽ അവര് നൽകുന്ന അവിടെ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാനുള്ള കാരണം അവിടെ ഉണ്ടാകുന്ന ഇൻഡിവിജ്വലിസമോ അല്ലെങ്കിൽ ലിബറലിസമോ മാത്രമല്ല, അവർക്ക് വെസ്റ്റേൺ ലൈഫ് സ്റ്റൈൽ, അവരുടെ സംസ്കാരത്തിൽ വിവിധങ്ങളായ പ്രത്യേകതകളുണ്ട്. നമ്മള് ഇതിനൊരു പോസിറ്റീവ് വശമായിട്ട് ചില ഭാഗങ്ങൾ എടുക്കുന്ന സമയത്ത് വെസ്റ്റേൺ സംസ്കാരത്തിലുള്ള ആളുകൾക്ക് നമ്മിൽ ഇല്ലാതിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ ഇസ്ലാമിന്റെ കൂടുതൽ ദാവത്തുകൾ നടക്കുന്ന സ്ഥലമാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർ ഈ പറഞ്ഞ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ സംസ്കാരത്തിൽ അവർ എന്തിനേയും കേൾക്കും. ഒന്നും റിജിഡ് ആയിട്ടുള്ള ആളുകളല്ല. ഒരു കാര്യത്തിലും എക്സ്ട്രീമായി വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതിനെ മറ്റുള്ളതിനെ എതിർക്കുന്ന ആളുകളല്ല. അവര് ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള, എന്തിനേയും കേൾക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ദാവത്തുകൾ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു കാലത്ത് ഇസ്ലാമിക് ഫോബിക് രാഷ്ട്രീയപരമായിട്ടുള്ള അജണ്ടകളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ കൂടുതലായിട്ട് എതിർത്തിരുന്നു. എന്നാൽ ഇന്ന് അന്യമതത്തിലുള്ള ആളുകളും പള്ളിയിലേക്ക് വരികയാണ്. കാരണം അവരുടെ സംസ്കാരത്തിൽ നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എടുക്കാനുണ്ട്, മോശം കാര്യങ്ങൾ ഇല്ല എന്നല്ല. പക്ഷെ മുസ്ലിം സമൂഹത്തിന് ഉപകാരപ്രദമായ ഒരുപാട് നല്ല കാര്യങ്ങൾ എടുക്കാനുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോ ഓപ്പൺ മൈൻഡഡ് ആണെന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാര്, ഉദാഹരണത്തിന് ഇവിടെയുള്ള ഒരു വിഷയം നടക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരുടെ സംസാരങ്ങളും അവരുടെ കോസ്റ്റ്യൂമും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു അമുസ്ലിമായ ഒരു വ്യക്തി ഇസ്ലാമിക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ഇവിടെ പല വിഷയങ്ങളിലും തമ്മിൽ അടികളാണ് നടക്കുന്നത്. എന്നാൽ യൂറോപ്പിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ കാര്യങ്ങളെല്ലാം നല്ല പൊളൈറ്റ് ആയിട്ട് പള്ളികളിൽ ഇമാമികൾ കൃത്യമായി പറഞ്ഞു കൊടുത്ത് ഓപ്പൺ ഡിബേറ്റുകൾ നടന്നിട്ട് അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് വശം നമ്മളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി പള്ളികളുടെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് പണ്ടത്തെ പോലെയല്ല, ഒരുപാട് പള്ളികൾ അവിടെയുണ്ട്, കൾച്ചറൽ സൊസൈറ്റികളുണ്ട്, ഇപ്പോ റിലീജിയസ് സെന്റേഴ്സ് ഉണ്ട്, കഫേകളുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് പള്ളികളുടെ വിഷയം മാത്രം എടുക്കാം. നമ്മുടെ നാട്ടില് പള്ളി എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ സംസ്കാരത്തിൽ, അതായത് പൊതുവെയുള്ള സംസ്കാരങ്ങളിൽ നമ്മുടെ പള്ളി എന്ന് പറയുന്നത്
ഒരു അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് കാണുകയും ഒരു റൂം അതിൽ നിസ്കരിക്കാനുള്ള സ്ഥലം മറ്റുള്ളത് മാത്രമാണ്. എന്നാൽ യൂറോപ്പിലുള്ള കൾച്ചർ നമ്മൾ എടുത്തു നോക്കുക, അവര് പള്ളിയെ കാണുന്നത് ഒരു പോസിറ്റീവ് സ്ഥലമായിട്ടാണ്. അതിന് മതമുള്ളവരാവട്ടെ മതമില്ലാത്തവരാവട്ടെ പള്ളിയുടെ അടുത്ത് ജിംനേഷ്യം വരുന്നത്. നമ്മൾ ഈ അടുത്ത് സാബി ഇൻസ്പയർഡ് ഒക്കെ ഒരു വീഡിയോ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസ് നമുക്ക് സോഷ്യൽ മീഡിയ നമുക്ക് കാണാൻ സാധിക്കും. പള്ളിയുടെ ചുറ്റുവട്ടങ്ങളിൽ ജിംനേഷ്യം, കൾച്ചറൽ ഏരിയാസ്, കഫേകള്, എക്സസൈസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ വെസ്റ്റേൺ സംസ്കാരത്തിൽ നമുക്ക് എടുക്കാനായിട്ടുണ്ട്. അപ്പോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒരു ഉദാഹരണത്തിന് ഇപ്പോ ഡിബേറ്റുകൾ, ഓപ്പൺ ഡിബേറ്റുകൾ നടക്കുന്ന ഈ സോഷ്യൽ മീഡിയയിലെല്ലാം തകർന്നു വായുന്ന ഒരു കാര്യമാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന ഓപ്പൺ ഡിബേറ്റുകൾ എന്ന് പറയുന്നത്. അവിടെ ഇസ്ലാമിന്റെ പൂർണ്ണ വസ്ത്രം ധരിച്ച്, വെള്ള വസ്ത്രം ധരിച്ച്, നല്ല താടി വെച്ച് ഒരുപാട് ആളുകളല്ല ഡിബേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു സമൂഹത്തിലുള്ള സാധാരണ ഒരു മനുഷ്യൻ, മറ്റു ജനങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആവുന്ന മനുഷ്യന്മാര് അവര് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് പ്രശ്നങ്ങൾ ഇല്ല എന്നല്ല, ഇൻഡിവിജ്വലിസം, എക്സ്ട്രീം, LGBT അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ വെസ്റ്റേൺ സംസ്കാരത്തിലേക്ക് മറ്റുള്ള ആളുകൾ പോകുന്നതിനുള്ള കാരണം ഇതിനുള്ള മുസ്ലിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന ചില നല്ല വശങ്ങളാണ് എന്നും അതിന് അർത്ഥം നമുക്ക് വെക്കാൻ സാധിക്കില്ല. ഡിസ്കഷനിൽ ശ്രദ്ധിക്കുക, ഒരാൾ തന്നെ കൂടുതൽ സമയം എടുക്കുന്നത് ഒഴിവാക്കുക, എല്ലാവരും പരസ്പരം ഒരു കോപ്പറേറ്റീവ് ആയിട്ട് പോവുക. കൂടുതൽ സമയം പറഞ്ഞതിന്റെ പേരിൽ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യുക, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. മറിച്ച് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുക, ഒരു കോപ്പറേറ്റീവ് ഡിസ്കഷൻ ലീഡ് ചെയ്യുക. അല്ല, ഇപ്പൊ താങ്കൾ പറഞ്ഞില്ലേ ഈ അവിടെ ഒരുപാട് നല്ല ഫാക്ടേഴ്സ് ഉണ്ട് പറഞ്ഞു. പക്ഷെ ഈ നല്ല ഫാക്ടേഴ്സിന്റെ ഒക്കെ ഉത്ഭവം എവിടെ നിന്നാണ്? അത് വെസ്റ്റേൺ കൾച്ചറിൽ നിന്ന് ഉണ്ടായെടുത്തതാണെന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയും. നമുക്ക് അതിൽ ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോ പങ്ക്ച്വാലിറ്റി ഇസ്ലാം കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് പങ്ക്ച്വാലിറ്റി. ഞാൻ ചോദിക്കാന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞതൊക്കെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഓപ്പൺ ഡിബേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞാല് ഇപ്പോ ഇസ്ലാമിക സിവിലൈസേഷന് കാര്യങ്ങള് ഇവിടെയൊക്കെ ഇതിലാറ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരിക്കലും നമുക്ക് വെസ്റ്റിന് ആ ക്രെഡിറ്റ് കൊടുക്കുന്നതിൽ അർത്ഥം, അതിന് ക്രെഡിറ്റുകളല്ല കൊടുക്കുന്നത്, പക്ഷെ അവരിൽ നിന്ന് നമുക്ക് എടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്. അത് ഈ ഒരു ഡിബേറ്റിനുള്ള കഴിവ് അവരിൽ മാത്രം ഉണ്ടായി എന്നുള്ളതല്ല. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഈ വിഷയത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പൊതുവെ കേൾക്കാറുള്ളത് വെസ്റ്റേൺ കൾച്ചർ എന്ന് പറയുന്നത് ഇസ്ലാമിനെ അടിച്ചമർത്തുവാൻ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. ഈ എന്നാൽ വെസ്റ്റേൺ കൾച്ചർ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഒരിക്കലും ഒന്നിൽ തന്നെ ഇപ്പോൾ നമ്മളെ പല രാജ്യങ്ങൾ നോക്കുകയാണെങ്കിലും ഒന്നിലും തന്നെ ഉറച്ചു നിൽക്കാം. പക്ഷെ ഈ വെസ്റ്റേൺ കൾച്ചർ നോക്കുകയാണെങ്കിൽ ഒരു നിരന്തരം അവരുടെ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വരാൻ കാരണം. ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അവരുടെ മോഡ് മാറ്റും. അങ്ങനത്തെ ഒരു മോഡേൺ ആയിട്ട് അവർ പുതിയ പുതിയ കാര്യങ്ങൾ ഇന്നോവേറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ മൊത്തം അവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇത്രയും ഇസ്ലാമിക രാജ്യങ്ങൾ ഓടി കണ്ടിട്ടില്ല ഇത്തരം എന്താണ് പള്ളികളിൽ ജിംനേഷ്യം, അതുപോലെ പള്ളിയുടെ അടുത്ത് കളിക്കാനുള്ള സ്ഥലങ്ങളൊന്നും. പക്ഷെ ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കണ്ടുവരുന്നത് എവിടെയാണ്? ഈ വെസ്റ്റേൺ സ്ഥലങ്ങളിലാണ്. അപ്പോൾ അത്തരം ആളുകൾ, അവിടെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം, പുതിയതായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ ഇതിന് പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ള നിലക്ക് അവർ പുതിയതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. ഒരു നല്ല കാര്യത്തിനെ കുറിച്ച്, ഒരു കാര്യത്തെ എങ്ങനെ രീതിയിൽ അത് പോസിറ്റീവ് ആക്കി മാറ്റാൻ പറ്റും, അതിലൂടെ അട്രാക്ഷൻ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പള്ളികളുണ്ട്, ഒരുപാട് ദഅവത്തുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വിചാരിച്ച ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അവരുടെ വേസ്റ്റേജ് സിസ്റ്റം. അത് മുസ്ലിം, നമുക്കറിയാലോ മുസ്ലിങ്ങൾക്ക് ശുചിത്വം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ശുചിത്വത്തിന്റെ കാര്യത്തിൽ അവർ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോ നമ്മളിവിടെ സ്ഥലങ്ങളിൽ ഒരു കുപ്പി നമുക്ക് കാണാൻ സാധിക്കും വേസ്റ്റ് ഇടുന്നത്, അവിടെ അങ്ങനെ കാണാൻ സാധിക്കൂല. മറിച്ച് 3 കുപ്പികളെ കാണാൻ സാധിക്കും. അതായത് വേസ്റ്റേജ് സെഗ്രിഗേഷൻ. നമ്മൾ ഇടുന്ന വേസ്റ്റിനെ പലതാക്കി, പ്ലാസ്റ്റിക്കിൽ ഇത്. അപ്പോ ഒരു മുസ്ലിമിന് ഈ കാര്യം പറഞ്ഞപ്പോഴാണ് അവിടെ അങ്ങനത്തെ ആളുകള് അവരുടെ കണ്ടിട്ടാണ് നമ്മളെ ഇന്ത്യയിലും നമ്മുടെ ഈ നാട്ടിൽ പോലും അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരും. ഇപ്പൊ വെൻഡിങ് മെഷീന്റെ സാധനങ്ങൾ, പ്ലാസ്റ്റിക് കുപ്പി ഇടുമ്പോൾ ക്യാഷ് ഇങ്ങോട്ട് കിട്ടും. അപ്പൊ ആ സാധനങ്ങൾ നമ്മൾ ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള നൂതനമായിട്ടുള്ള ഐഡിയാസ് അവര് പ്രധാനമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ഇങ്ങനെ ചർച്ച ചെയ്യാതെ നമ്മളെ ഇസ്ലാമിക ഇപ്പൊ ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഇസ്ലാമിനെ എങ്ങനെ ബാധിക്കുന്നു ഈ വെസ്റ്റേണൈസേഷൻ എന്നാണ് നമ്മുടെ വിഷയം എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോ
ഈ ഇപ്പോൾ വെസ്റ്റേണൈസേഷന് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അവിടുത്തെ മുസ്ലിങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്ന് ശരിയാണ്. പക്ഷേ ഈ വെസ്റ്റേണൈസേഷൻ കാരണം നമ്മുടെ നാട്ടിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ വെസ്റ്റേണൈസേഷൻ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു ജൂനിയറോട് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, ഒരു ചെറിയൊരു ഉപദേശം പറഞ്ഞു കൊടുത്താണ്. അപ്പൊ അവൻ പറയാ ഇത് ഇൻഡസ്റ്റ് അല്ലേ. അപ്പൊ ഇങ്ങനത്തെ ചിന്താഗതി എവിടെ നിന്ന് വന്നതാണ് നോക്കുമ്പോൾ അതൊക്കെ ഒരു വെസ്റ്റേൺ കൾച്ചർ മാത്രമല്ല. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോ അമേരിക്കന്റെ പവർ സത്യത്തിൽ അവരുടെ ആയുധങ്ങൾ മാത്രമല്ല, അമേരിക്കന്റെ ഒരു കൾച്ചർ ഉണ്ട്. ആ കൾച്ചർ ഇപ്പോ നമ്മൾ ജസ്റ്റ് എഡ്യൂക്കേഷൻ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്താൻ നോക്കണം സ്റ്റാൻഫോർഡ്, അതുപോലെ തന്നെ ഓക്സ്ഫോർഡ്, ഹാർഡ്വേർഡ്, അങ്ങനത്തെ സംഭവങ്ങൾ. അതുപോലെ തന്നെ മ്യൂസിക്കിന്റെ കാര്യമാകട്ടെ എന്തെടുത്ത് നോക്കുകയാണെങ്കിലും നമ്മൾ അമേരിക്ക ഈസ് ഗ്രേറ്റ് അതന്നെ ഒരു പ്രൊപ്പഗാൻഡ പോലെ തന്നെ മാഗ എന്ന് പറയും, മേക്ക് അമേരിക്ക ഗ്രേറ്റ് ഒക്കെ. അപ്പോ അവർക്ക് എന്താ വെച്ചാല് ഇപ്പോ ഇതില് വേറൊരു വീക്ഷണം പിന്നെ എന്താ വെച്ചാല് ഇപ്പോ ഈ ഒരു വെസ്റ്റേൺ ഐഡിയോളജി പിൻപറ്റുന്ന ആൾക്കാർക്ക് ഇസ്ലാം ഒരു ത്രെട്ടായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു ഐഡിയോളജി ഉണ്ട്. ഇപ്പോൾ ക്യാപിറ്റലിസ്റ്റ് ആകുമ്പോൾ അവർക്ക് ഇസ്ലാം പടർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആൽക്കഹോളിന്റെ കൺസ്യൂമേഴ്സ് കുറയും. അപ്പൊ അതുപോലെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഫെമിനിസം പറയുമ്പോൾ ഇപ്പോ ഫെമിനിസം ആണ് ഒരു ഇസ്ലാമിക ആശയാദർശങ്ങളെ തകർക്കാൻ അവർ ഉപയോഗിക്കുന്ന ഒരു ടൂൾ. അപ്പൊ അതിൽ ഞാൻ ജസ്റ്റ് ഡാനിയൽ ഹക്കീഖത്ത് ജോന്റെ ദ മോഡേണിസം അഗൈൻസ്റ്റ് ഇസ്ലാം എന്ന പുസ്തകം. അപ്പൊ ആ പുസ്തകത്തിൽ മൂപ്പര് പറയുന്നുണ്ട് എന്താ വെച്ചാല് ഇപ്പോ ട്രംപിന്റെ ഒരു ലീക്ക്ഡ് മീമുണ്ട്. അതായത് ട്രംപിന് അഡ്വൈസ് കൊടുക്കുന്ന സംഭവമുണ്ട്. എന്താ വെച്ചാല് നമ്മള് ഈ അമേരിക്കയില് ഈ മുസ്ലിങ്ങൾക്കിടയിൽ ഫെമിനിസം കൊണ്ടുവരണം. അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഇസ്ലാമിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതിനെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മുസ്ലിങ്ങൾക്ക് ഉള്ള പവർ കുറയും. അങ്ങനെ പവർ കുറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യാൻ പറ്റും, ഡയറക്ഷൻസ് ആവും. അങ്ങനെ ആകുമ്പോൾ ഇവരെന്ത് ചെയ്യാവും, നമ്മളെ ഐഡിയോളജി സ്വാഭാവികമായി പിൻപറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ റീഡിങ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വിഷയത്തിൽ വരുന്നുണ്ട്. ഇതിൽ പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നെഗറ്റീവ്സിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. അതായത് എന്റെ ജീവിതം എന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അത് എന്റെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നത്. ഇപ്പൊ ഇന്ന് നമ്മുടെ നാട്ടില് ഒരു മാതാപിതാക്കള് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ തിരുത്തി പറയാനോ അതിനെ തട്ടുത്തരം പറയാനോ ഒരു ഗുരു ഒരു കുട്ടിയെ എന്തെങ്കിലും പറയുമ്പോഴോ ശാസിക്കുമ്പോഴോ ചെയ്യുമ്പോൾ അത് ചോദിക്കാൻ വരുന്ന മറ്റു സമൂഹങ്ങൾ, മറ്റ് ബന്ധുമിത്രാദികള് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉത്ഭവിക്കാനുള്ള പ്രധാന കാരണവും ഇതന്നെയാണ്. ഞാൻ എന്റെ ജീവിതം എന്റെ ഇഷ്ടം, അതിന് ഇൻഡിവിജ്വലിസത്തിലേക്ക് ഒന്നുകൂടെ എക്സ്ട്രീം ആയിട്ട് കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പൊ യൂറോപ്പ് എത്തിയിട്ടുണ്ട്. അത് വെസ്റ്റേൺ കൾച്ചർ, വെസ്റ്റേൺ പ്രൊപ്പഗാൻഡ എത്തിയിട്ടുണ്ട്. നമ്മൾ കൾച്ചർ എന്നതിനെ പറയുന്നത് ശരിയല്ല, പക്ഷെ പ്രൊപ്പഗാൻഡ എത്തിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് ഇപ്പോ ഒരു കുട്ടി ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാല് അവന് പ്രായപൂർത്തി ആയി കഴിഞ്ഞതിന് ശേഷം എന്റെ ജെൻഡർ എന്ത് തീരുമാനിക്കേണ്ടത് ഞാനാണ് എന്ന് പറയുന്ന ചിന്തകൾ. അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവ്സ് വെസ്റ്റേൺ പ്രൊപ്പഗാൻഡയിലുണ്ട്. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാര്യം ഇന്ന് നമ്മുടെ സമൂഹത്തിലും വളരെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവരൊരു നെഗറ്റീവായിട്ട് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞൂടെ. അതായത് ആ ഒരു കാര്യത്തെ വെസ്റ്റേൺ പ്രൊപ്പഗാൻഡയിൽ നിന്ന് ഇന്ന് നമ്മുടെ ഓറിയന്റലിസ്റ്റിലെ ആളുകൾ അതിനെ വളരെ ഉഷാറായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞാൻ കൾച്ചറിനെ കുറിച്ച് ചിന്തിച്ച സമയത്ത് ഞാൻ ചിന്തിച്ച വേ ഇങ്ങനെയായിരുന്നു. അതായത് ഒരുപാട് ആളുകൾ ഇസ്ലാം പറയുമ്പോൾ നമ്മൾ ഈ കൾച്ചറിനെ കുറിച്ച് ചർച്ച ചെയ്യാതെ വെസ്റ്റേൺ ഐഡിയോളജികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതല്ലേ ഒന്നുകൂടി ഉദാത്തമാകുന്നത്. അല്ല, നമ്മുടെ വിഷയത്തില് കൾച്ചർ എത്രമാത്രം മുസ്ലിമുകളായിട്ട് ലയിക്കുന്നു എന്നുള്ളതിലൊരു വിഷയമാണ്. അപ്പോ നമ്മൾ പാശ്ചാത്യവൽക്കരണത്തിലേക്ക് എന്നാണ്, സംസ്കാരം നമ്മൾ അവിടെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറെ നെഗറ്റീവ്സുകൾ ഉണ്ട്. പക്ഷേ ഇപ്പൊ ഒരു ഉദാഹരണം, ഞാൻ പങ്ക്ച്വാലിറ്റി പറഞ്ഞല്ലോ. പങ്ക്ച്വാലിറ്റി ഞാൻ അവരുടെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. ഞാൻ ഒരു വിഷയം പറയാം. പങ്ക്ച്വാലിറ്റി എന്ന് വെക്കുമ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങള് അവർ പങ്ക്ച്വാലിറ്റിക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട അല്ല, ഈ പങ്ക്ച്വാലിറ്റി കൾച്ചറിന്റെ ആസ്പെക്ട് ആയിട്ട് വരും. നമ്മള് പറഞ്ഞില്ലേ വിഷയം അതല്ലല്ലോ. അല്ല, ഇനി അവിടുത്തെ സംസ്കാരങ്ങളിലേക്ക് ലൈഫ് ചേരുന്ന അങ്ങനെ നോക്കിയാലും പറയാം. ഈ സംസ്കാരങ്ങളിലേക്ക് ചേരുമ്പോൾ അവിടുത്തെ സംസ്കാരങ്ങൾ നോക്കുന്ന സമയത്ത് ഇന്ന് എന്താണ് കൂടുതലും നമുക്ക് പല സമയത്തും അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്നാൽ അംഗീകരിക്കാൻ പറ്റുന്ന വിഷയത്തിൽ എന്തെങ്കിലും അവ്യക്തത ഉണ്ടോ? പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് എന്നാണ്, സംസ്കാരമാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്.
പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് ലയിച്ചു ചേരുന്ന മുസ്ലിം സമൂഹം. നിങ്ങൾക്ക് അതിനല്ലേ വിഷയം തന്നത്? അതല്ലേ വെസ്റ്റേൺ കൾച്ചറിലേക്ക്, അതന്നല്ലേ വൽക്കരണം തന്നെ. സംസ്കാരം എന്നാണ്, വെസ്റ്റേണൈസേഷൻ അല്ല വെസ്റ്റേൺ കൾച്ചർ. രണ്ട് ഡയമെൻഷൻ ആണ്. കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ വെസ്റ്റേൺ സംസ്കാരം. അപ്പൊ നമ്മൾ അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ജീവിത രീതികൾ നോക്കുന്ന സമയത്ത് ഒരു പങ്ക്ച്വാലിറ്റി, ഞാനൊരു മുസ്ലിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു നല്ല പോയിന്റ് നിലനിൽക്കാൻ ഇതിനെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് വെസ്റ്റേൺ ആളുകള് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കപ്പെടുന്ന ഒരു വിഷയം അവരുടെ പങ്ക്ച്വാലിറ്റിയാണ്. അവരൊരു വിഷയത്തിൽ ഒരു പരിപാടിക്ക് പോകാമെന്ന് ഏറ്റു കഴിഞ്ഞാൽ അതിന്റെ 10 ജപ്പാനീസിനെ കുറിച്ച് ജപ്പാൻ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ. പക്ഷെ പൊതുവെ യൂറോപ്യൻ സംസ്കാരങ്ങളിൽ ഇപ്പോൾ ജർമ്മനി, നെതർലാൻഡ്സ് ഇങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളിലെ ആളുകൾ സമയത്തെ കാണുന്നത് മറ്റുള്ളവരുമായിട്ടുള്ള ബഹുമാനവുമായിട്ടാണ്. അതായത് ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് ഒരല്പം സമയം വൈകിയാൽ അത് മറ്റുള്ളവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് അവർ കാണുന്നത്. അപ്പോ ഒരു പരിപാടിയുടെ 10 മുതൽ 15 മിനിറ്റ് വരെ പിന്നിലേക്ക് അവർ എത്തുന്നു, ഈ പരിപാടിക്ക് എത്തുന്നു. അപ്പോ ഇത് വെസ്റ്റേൺ സംസ്കാരത്തിലേക്ക് ലയിക്കുന്ന ഒരു മുസ്ലിം സമൂഹം എന്ന് പറയും. നമ്മൾ ലയിക്കുന്ന ഒരു മുസ്ലിം സമൂഹം എന്നുള്ള വിഷയം നമ്മൾ പോകുന്നത് ഫാഷൻ, അത് രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇങ്ങനെ അതുണ്ട്, അത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. അതിനെ നമ്മൾ നിർണയിക്കുന്നതോടുകൂടെ അല്ലെങ്കിൽ അതിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നതോടുകൂടെ സാധാരണയായ ആളുകൾ വെസ്റ്റേൺ സമൂഹത്തെ, വെസ്റ്റേൺ കൾച്ചറിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പോയിന്റുകളുണ്ട്. അവരുടെ പങ്ക്ച്വാലിറ്റി, അവരുടെ വൃത്തി, അല്ലെങ്കിൽ കാര്യങ്ങൾ, അവരുടെ പ്രൈവസിക്ക് അവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. ഇപ്പോ ഇത്തരം കാര്യങ്ങൾക്ക് മുസ്ലിങ്ങൾ അവരുടെ ജീവിതത്തിൽ മുസ്ലിങ്ങൾ എടുക്കാണ്. അങ്ങനെയാണെങ്കിൽ അത് അവരുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള ആ വേയിൽ തന്നെ എത്താൻ ഒരു സാധ്യതയുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നേരെ ഓപ്പോസിറ്റ് അല്ലേ നടക്കുന്നത്. അവരുടെ നെഗറ്റീവ് ആസ്പെക്ട്സ് മാത്രം നമ്മൾ ഈ ജീവിതത്തിൽ എടുക്കുന്നു. അത് എടുത്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴെല്ലാം നെഗറ്റീവ് ആസ്പെക്ട്സ് മാത്രമാണ് സംസാരിക്കുന്നത്. നമ്മളൊരു കാര്യം ചിന്തിച്ചാൽ മതി, ഇസ്ലാം എന്ന ആസ്പെക്ട് മാറ്റിയിട്ട് ഇപ്പൊ കേരളത്തിലുള്ള യുവാക്കള് യൂറോപ്പിലേക്ക് പോകാനുള്ള സാധ്യതകൾ എന്താ? അവരുടെ ലൈഫ് സ്റ്റൈലാണ്, അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫാണ്, അല്ലെങ്കിൽ അവരുടെ നൽകിയിട്ടുള്ള സമൂഹത്തിൽ അവർക്ക് നല്ല വാല്യൂ ആണ്. ഈ വാല്യൂ അവർക്ക് നേടിക്കൊടുത്ത കാര്യം കൂടുതൽ ലിബറലിസമോ അല്ലെങ്കിൽ LGBTക്കോ അല്ല, മറിച്ച് ഇങ്ങനെയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ശുചിത്വം, ഭക്ഷണ രീതി. ഇന്ന് ലോകത്തില് ഏറ്റവും കൂടുതൽ അറിയുന്നതായിരിക്കും, ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ഭക്ഷണ ശൈലി ഇറ്റലിക്കാരതാണ്. അതെന്താണെന്ന് വെച്ചാൽ അവർ കൂടുതൽ പോഷകാഹാരവും എന്നാൽ കുറച്ച് ഭക്ഷണവും. ഇത് തന്നെയാണ് നബി പറഞ്ഞത്. ഇനി ഇതിന്റെ നെഗറ്റീവ് വശം നമുക്ക് ഒരുപാട് എടുത്ത് കാണിക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ, ഇന്ന് നമ്മൾ ലഹരി പിടിക്കുന്നുണ്ട്, ഒരുപാട് ലഹരി പിടിക്കപ്പെടുന്നുണ്ട്. അതിന്റെ എല്ലാം സെന്ററിൽ ഒരു പബ് ഉണ്ടാവും, നൈറ്റ് ക്ലബ് ഉണ്ടാവും. ഇങ്ങനെയുള്ള സിസ്റ്റംസുകളൊക്കെ കൊണ്ടുവന്നത് ഇതിൽ നിന്നാണ്. നമ്മുടെ മക്കളില് ഇപ്പോ നമ്മള് ആർട്സ് കോളേജ് പോകുന്ന സമയത്ത് ട്രിപ്പ് പോവാന്ന് പറയുമ്പോ ആദ്യം പറയാ ഗോവ എന്നാണ്. അതെന്തുകൊണ്ടാണ്? ഇവർക്ക് ഇതിനോടുള്ള, അതായത് ഗോവ സ്വാഭാവികമായിട്ടും ചരിത്രപരമായി യൂറോപ്യൻ സ്റ്റൈൽ, യൂറോപ്യവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ യൂറോപ്യൻ കൾച്ചർ ഏറ്റവും കൂടുതൽ ഉയർന്നു വന്നിട്ടുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ഗോവ. അത് ഏറ്റവും കൂടുതൽ ഇപ്പോ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഗോവയിൽ എന്താ കൂടുതലുള്ളത്? പബ്, ബാറുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിന് നമ്മൾ നെഗറ്റീവ് ആസ്പെക്റ്റുകൾ മാത്രം നമ്മുടെ എന്റർടൈൻമെന്റിന് വേണ്ടി മാറ്റിവെക്കുന്നു. അതിനെ നമ്മൾ നെഗറ്റീവ് ആസ്പെക്റ്റാണ് കൂടുതൽ ചെയ്യപ്പെടുന്നുള്ളത്. അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാനുള്ള കാരണം നമ്മൾ എന്താണ് കൂടുതൽ അവിടുന്ന് നെഗറ്റീവാണ് എടുക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിന് മൂല്യം കൂടുന്നത്, ആ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് ഇന്ന് LGBTക്കും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം ചർച്ചയിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. ഈ വെസ്റ്റേൺ കൾച്ചറിലെ വേറൊരു പ്രശ്നമാണ് എന്താ വെച്ചാല് അവർക്ക് ഫ്രീഡം ഓഫ് റിലീജിയൻ ഉണ്ട്, പക്ഷേ ഫ്രീഡം ഓഫ് റിലീജിയൻ പബ്ലിക് ആക്കാൻ പാടില്ല. അതായത് നമുക്ക് നിസ്കരിക്കാം, പള്ളിയിൽ പോയി നിസ്കരിക്കാം, പക്ഷെ നമ്മൾ റിലീജിയൻ ഒരിക്കലും നമ്മുടെ പുറത്ത് നമ്മുടെ റിലീജിയൻ കാണിക്കാൻ അവർക്ക് സ്വാഭാവികമായിട്ട് ഒരു മടിയുണ്ട്. ഇപ്പോ ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോ നമ്മുടെ കോളേജില് ഒരു ക്ലാസ്സിൽ ടീച്ചറും കുട്ടികളും എല്ലാവരും മുസ്ലിങ്ങളാണെന്ന് വിചാരിക്കും, എന്നാലും എന്ത് ചെയ്യില്ല, സലാം പറയില്ല. കാരണം എന്താ വെച്ചാല് നമ്മൾ മതം എന്ത് ചെയ്യരുത്, പുറത്ത് കാണിക്കരുത്.
അങ്ങനെ ഒരു ഇത്. അതായത് മതം എന്ന് പറയുന്നത് വെറും വ്യക്തി ജീവിതങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടതാണ്. അത് നമ്മളെ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ എക്കോണമിക്സിലോ ഒന്നും സ്വാധീനം വരുത്താൻ പാടില്ല. അങ്ങനെ ഒരു ചിന്താഗതി. അപ്പോ മതത്തിനൊരിക്കലും ഫാമിലി എങ്ങനെ ആകണമെന്ന് പറയാൻ പാടില്ല. അപ്പോ അത് എന്ത് ചെയ്യും, അവരുടെ ഫ്രീഡത്തെ ഹനിക്കുന്നു. അതാണ് അവരുടെ ഒരു ചിന്താഗതി. അപ്പൊ ആ ചിന്താഗതിയൊക്കെ ഇപ്പൊ നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിലും സാർവലൗകികമായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. കാരണം ഇപ്പോ നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞ അത് തന്നെ മതി. നമ്മൾ നേരത്തെ ജൂനിയർ സീനിയർ അവർ കാര്യം പറഞ്ഞത്. അപ്പൊ നമ്മളൊരു ഇസ്ലാമിക് കോളേജിലാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാകുന്ന പറഞ്ഞാല് ഇങ്ങനെ ഒരു ഇസ്ലാമിക ആശയാദർശങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു വെസ്റ്റേൺ കൾച്ചർ അവിടെ ഉണ്ടാകുന്നു. മാത്രമല്ല ഇപ്പോ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പോ ഖുർആൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഫുള്ള് സയൻസുമായിട്ട് റിലേറ്റ് ചെയ്യാണ്. അതായത് നമ്മൾ നോക്കുന്നത് ഖുർആനെ സയൻസിന്റെ ലെൻസ് കൊണ്ടാണ്, അല്ലാതെ സയൻസിനെ ഖുർആന്റെ ലെൻസ് കൊണ്ടല്ല. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ വെസ്റ്റേൺ കൾച്ചർ നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത്തരം ചിന്താഗതികൾ കാര്യങ്ങൾ ഇപ്പോ ലിബറലിസം കാര്യങ്ങൾക്ക് വരുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, അതായത് ഇപ്പോ വെസ്റ്റ് ആയിരുന്നു പണ്ട് കോളനൈസ് ആയിട്ടുണ്ടായത്. അതായത് എല്ലാ രാജ്യങ്ങളും അടക്കി ഭരിച്ചിരുന്നത് അവരായിരുന്നു. അപ്പൊ അവരുടെ ഈ അവരുടെ സാമ്രാജ്യങ്ങളിൽ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവരുമ്പോൾ അവരുടെ ഫോക്കസ് അതായിരുന്നു. അവരുടെ സംസ്കാരങ്ങൾ കാര്യങ്ങൾ അവരെന്താ മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാല് അവരാണ് സുപ്പീരിയർ എന്നാണ് മനസ്സിലാക്കുന്നത്. വെസ്റ്റ് ആണ് സുപ്പീരിയർ. ഇപ്പൊ ഈ വംശഹത്യയുടെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത് ചർച്ച ചെയ്യാറുണ്ട്. ഈ വെസ്റ്റ് ആണ് സുപ്പീരിയർ എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായതാണ് ഓരോ എന്ത് ചെയ്യുന്നത്, ഈ അവരുടെ സാമ്രാജ്യങ്ങളിൽ ഹ്യൂമൻ റൈറ്റ്സിനെ ലംഘിക്കുന്നത് അവർക്ക് പ്രശ്നമല്ല. കാരണം എന്താണ്, ഇവര് ഈ സാമ്രാജ്യങ്ങളിലുള്ള ഹ്യൂമൻസ് പറഞ്ഞാല് ഓല കണത്തിൽ ഇൻഫീരിയർ ഹ്യൂമൻസ് ആണ്. അതുകൊണ്ട് ഓൾക്കൊരു പ്രശ്നമല്ലേ. അപ്പോ ഓല ഒരു പ്രൊപ്പഗാൻഡ പറഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ ലോകത്തെ രക്ഷിക്കാൻ വന്നവരാണ്, നിങ്ങൾക്ക് ഇതാണ് യഥാർത്ഥം അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു കൾച്ചറിനെ ചേഞ്ച് ചെയ്യുന്നു. ഇപ്പോ ഒരു തൂനീഷ്യയിലോ ഏതോ രാജ്യത്ത് ഇന്തോനേഷ്യയിലൊക്കെ അവർ ചെയ്തു കൂട്ടി ഇങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. അതായത് ഫസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ യൂറോപ്പിലെ വേഷവിധാനങ്ങളാണ് ഏറ്റവും നല്ല വേഷവിധാനം. പക്ഷെ അതിലേറെ ഏറ്റവും നല്ല ഭംഗിയുള്ള വേഷവിധാനം എൻ്റെ ഒരു കണക്കിന്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഏഷ്യക്കാരുടെ നല്ല അടിപൊളി ഡിസൈന് കാര്യങ്ങൾ, ഇപ്പോ അറബിക് കാലിഗ്രഫി കാര്യങ്ങൾ. പക്ഷെ അതൊക്കെ എന്താണ്, അതൊക്കെ ഒരു സെക്കൻഡറി ആക്കി മാറ്റി. അതൊക്കെ യഥാർത്ഥത്തിൽ ഈ കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ട് അവര് നൽകിയിട്ടുള്ള അവരുടെ ഒരു ഫീഡ് ഉണ്ട്. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ കൾച്ചർ ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോ സൂര്യമസ്തമിക്കാത്ത നാടാണ് ബ്രിട്ടൻ എന്ന് പറയാറുണ്ടായിരുന്നു. അത്രയും സ്ഥലങ്ങൾ യൂറോപ്യൻകാരുടെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ അവര് കൊണ്ടുവന്ന ഒരു കൾച്ചർ ഉണ്ട്. ആ കൾച്ചറിനോട് സ്വാഭാവികമായിട്ടും അട്രാക്റ്റീവ് ആയിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഫാഷന്റെ വിഷയത്തിലേക്ക് നമ്മള് അതിലേക്ക് അഡിക്റ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് എന്തോ വലിയ കാര്യങ്ങൾ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, റഷ്യക്ക് ഫാഷൻ എന്നുള്ള വിഷയത്തിൽ കൂടുതൽ അഡിക്ഷൻ നടക്കുന്നില്ല. അവരുടെ ഡ്രസ്സുകൾ എടുത്തു നോക്കിയാലും അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽസ് എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇപ്പോ ഫെമിനിസവുമായി ബന്ധപ്പെട്ട് റഷ്യൻ വേൾഡ് കപ്പ് നടന്നിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള വിഷയമായിരുന്നു. അതായത് റഷ്യൻ വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്ന ഡാൻസുകൾ, മറ്റു പരിപാടികളെല്ലാം പക്ഷെ യൂറോപ്യൻ സ്റ്റൈലുകളിൽ എൻ്റെ ശരീരം എനിക്ക് ഇഷ്ടം പോലെ കാണിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ അത് നോക്കുന്നവരാണ് പ്രശ്നം. അങ്ങനത്തെ ഒരുപാട് ചർച്ചകൾ അവർ ഫാഷൻ ഇഞ്ചക്ട് ചെയ്യലൂടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ റഷ്യ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഞാൻ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോ കുടുംബജീവിതം നമ്മൾ ഇസ്ലാമിന്റെ ഒരു ഇസ്ലാമിന്റെ ഒരു വ്യൂ വെച്ചിട്ട് കുടുംബജീവിതം യൂറോപ്യൻ കൾച്ചർ നമുക്ക് മാതൃകയാകാൻ സാധിക്കും. കുടുംബജീവിതം നമുക്ക് വലിയ പ്രശ്നങ്ങൾ നൽകുന്നുണ്ട്. വെസ്റ്റേൺ കൾച്ചർ കുടുംബജീവിതത്തെ എതിർക്കുന്ന ഇൻഡിവിജ്വൽസും കൂടുതലായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു സാഹചര്യവും ഇസ്ലാമിക് കൾച്ചറും ഇനി യൂറോപ്യൻ കൾച്ചറുമായിട്ട് കുടുംബജീവിതം ഒരു കണക്കിന് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകൂടെ, വിവരിച്ചുകൂടെ? അതായത് നിങ്ങൾ ചോദിക്കുന്ന പറഞ്ഞാല് വെസ്റ്റേൺ കൾച്ചറിന് ഇസ്ലാമിക് കൾച്ചറിലില്ല കുടുംബജീവിതം മാതൃകയാക്കി കൂടെ എന്നാണോ? അങ്ങനെയല്ല. അതായത് ഇപ്പോ നമ്മുടെ രാജ്യം
ഒരു 18 വയസ്സ് 20 വയസ്സായെങ്കിൽ കൂടി ഒരു കുട്ടി തന്റെ കുടുംബത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ ഇസ്ലാമികന്റെ വീക്ഷണത്തിൽ ഒരു കുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ അവൻ സ്വയം പഠിക്കുകയും സ്വയം കണ്ടെത്തുകയും സ്വയം നേടിയെടുക്കുകയും ഒക്കെ ചെയ്യണം. നമ്മൾ ഒരു പ്രായപൂർത്തി കഴിഞ്ഞാൽ ബെഡ് മാറ്റി കിടത്തണം. പക്ഷെ അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ കൾച്ചറിന്റെ പ്രശ്നം കഴിഞ്ഞാല് ഒരു 18 വയസ്സായി കഴിഞ്ഞാല് പിന്നെ ഇവർ നമ്മൾ ബന്ധങ്ങളില്ല. പിന്നെ ഇവര് ഇരിക്കുമ്പോഴൊക്കെ അവർ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻഡിവിജ്വലിസം എന്നുള്ള ആൾക്ക് പോവാണ്. എന്റെ കാര്യം മാത്രം ഞാൻ സ്വന്തമായിട്ടുള്ള ഒരു കാര്യങ്ങള് അതിന്റെ കാര്യത്തിലേക്ക് മൂവ് കൊണ്ടിരിക്കുന്ന ഒരു ഏതൊരു മാതാപിതാക്കൾക്കറിയാം സ്വന്തം മക്കളെ എന്താകുന്നു എന്ന് അറിയാനുള്ള സ്വാതന്ത്ര്യം അവിടെ കിട്ടണില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു സ്വതന്ത്രരായി പിന്നെ ഓരോ കാര്യത്തില് നമ്മൾക്ക് ഇടപെടാൻ പറ്റില്ല. ശരിയാണ്. പക്ഷെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരാഴ്ചയിലെങ്കിലും ഫോൺ വിളിക്കണം. അങ്ങനെ ഒരു കൾച്ചർ അവിടെ ഇല്ല എന്നുള്ളത് അവിടെ വളരെയധികം നെഗറ്റീവായിട്ട് വരുന്ന കാര്യം. അപ്പോ അതുപോലെ ഇപ്പോ ഒരു ഉദാഹരണത്തിന് തൊലാക്ക് എന്നുള്ള വിഷയം. ഇപ്പോ ഡൈവോഴ്സ് നടക്കുന്ന സമയത്ത് നമ്മുടെ കൾച്ചറിൽ ഇവിടെയുള്ള കൾച്ചറിൽ ഡൈവോഴ്സ് നടക്കുക എന്ന് പറയുന്നത് ഒരു മോശം കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു കൾച്ചറിൽ മോശം കാര്യമാണ്. ഇനി ഡൈവോഴ്സ് നടന്നിട്ട് അർഹതപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ മറ്റൊരു വിവാഹത്തെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളത്, അതിലൊക്കെ കുറെ റിജിഡ് ആയിട്ടുള്ള പ്രോസസ്സുകളുണ്ട്. ഇനി ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ ആ വിവാഹത്തിൽ പരസ്പരം ജീവിച്ചു പോകാൻ സാധിക്കുന്നതെങ്കിൽ അതിൽ സഹിച്ചു പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എന്നാൽ വെസ്റ്റേൺ കൾച്ചർ എടുത്തു നോക്കിയാൽ ഇസ്ലാം പറയുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ പങ്കുചേർക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരുമിക്കുക, നല്ല രീതിയിൽ പിരിയുക എന്നുള്ള വെസ്റ്റേൺ കൾച്ചർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഞാൻ വെളുപ്പിക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ തൊലാഖിന് ഇസ്ലാം കൽപ്പിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഇസ്ലാമിന്റെ വീക്ഷണം തൊലാഖുമായി ബന്ധപ്പെട്ടുള്ള അത് ഏറ്റവും ബാഡാണ് എന്നുള്ള നിലക്കാണ് ഇസ്ലാമിനെ വീക്ഷിക്കുന്നത് തൊലാഖ് എന്നുള്ളത്. പക്ഷേ നമുക്ക് നമ്മളെ വിഷയത്തെ ഒന്ന് ചെറിയൊരു ലീഡ് തരാണ്. പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് ലയിച്ചു ചേരുന്ന മുസ്ലിം സമൂഹം, നമ്മൾ ഇസ്ലാമിന്റെ കുറെ ഫീച്ചേഴ്സ് പറഞ്ഞു, പാശ്ചാത്യ സമൂഹത്തിലുള്ള കുറെ ബെനിഫിറ്റ്സ് പറഞ്ഞു, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് ഈ നിലവിൽ ഈ യൂറോപ്യൻ കൾച്ചറിലേക്ക് മുസ്ലിം സൊസൈറ്റി അല്ലെങ്കിൽ മുസ്ലിം ജനത വല്ല രീതിയിലും അഡിക്റ്റ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ടോ, ആ രൂപത്തിലേക്ക് ചർച്ച മാറ്റുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു യൂറോപ്യൻ സ്റ്റൈൽ കൾച്ചറിൽ നിന്ന് മാറിയിട്ട് യൂറോപ്യൻ സ്റ്റൈൽ എഡ്യൂക്കേഷൻ, നേരത്തെ പറഞ്ഞ പോലെ ഫാഷൻ, ഇതേപോലെയുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോ ഏരിയകളിലേക്കും മുസ്ലിം സൊസൈറ്റി അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ടോ റിയാലിറ്റി ബേസ് ചെയ്തിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെ ബെനിഫിറ്റ്സ് ആണ്, ആ ബെനിഫിറ്റ്സും ഫീച്ചേഴ്സും മാറിയിട്ട് റിയാലിറ്റിയിൽ മുസ്ലിം സൊസൈറ്റി എല്ലാ സൊസൈറ്റീസും യൂറോപ്പിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ട്, അവിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ പർപ്പസിലും ജോബ് പർപ്പസിലൊക്കെ അവിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് മുസ്ലിം സൊസൈറ്റിയെ ഫോക്കസ് ചെയ്തിട്ട് ഈ പാശ്ചാത്യൻ സംസ്കാരത്തിലേക്ക് വല്ല രീതിയിലും അട്രാക്ട് ചെയ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് വല്ലാതെ മിങ്കിൾ ആവുന്നുണ്ടോ എന്നുള്ള രൂപത്തിലേക്ക് ചർച്ച മിങ്കിൾ ആവുന്നുണ്ടെന്നാണ് നമ്മൾക്ക് ഈ സമൂഹത്തെ വീക്ഷിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഒരു വെസ്റ്റേൺ കൾച്ചറിനെ ഒരു ഐഡിയൽ കൾച്ചറായി കാണുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ത് കൽപ്പിച്ചു എന്ന കാര്യത്തിൽ അവർ ഫോക്കസ് ചെയ്യില്ല. പകരം ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു വിഷയം എടുത്തു കഴിഞ്ഞാല് ഇപ്പോ നമ്മൾക്ക് വ്യക്തത ഇല്ലാത്ത ഒരു വിഷയം ഇപ്പോ ഖുർആനിലുണ്ട് കരുതുക, അതായത് അതിന്റെ യുക്തി എന്താണെന്നറിയില്ല. അങ്ങനത്തെ ഒരു വിഷയം വന്നു കഴിഞ്ഞാല് അവർ ചിന്തിക്കുക ഇതിന് യുക്തി ഇല്ലല്ലോ, അപ്പൊ നമ്മൾ ഇത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഒരു ചിന്താഗതി വരുന്നുണ്ട്. ഈ ഇസ്ലാമിക് സ്കോളേഴ്സിനിടയിൽ തന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ വെസ്റ്റേൺ കൾച്ചറിലുള്ള ഒരു തോട്ടാണ് ഫ്രീഡം ഓഫ് കോൺഷ്യൻസ് അറിയാം. നമ്മുടെ ഇതിന് ബുദ്ധിക്ക് ചിന്തിക്കാനുള്ള ഒരു ഫ്രീഡം. ആ ഫ്രീഡം വരും. അങ്ങനെ ഒരു തോട്ട് വെസ്റ്റേൺ കൾച്ചറിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമിക് സ്കോളേഴ്സിൽ പെട്ട ചില സ്കോളേഴ്സ് എന്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫുള്ള് ഖുർആന് ഹദീസൊക്കെ സ്കാൻ ചെയ്ത് കണ്ട് ഈ ഒരു ഫ്രീഡം ഓഫ് കോൺഷ്യൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒക്കെ ഒരു കോട്ട് എടുക്കും. പക്ഷെ അത് ഓല പ്രശ്നമല്ല, കാരണം ഓല് നോക്കണ എന്താണ് ഇതാണ്, അപ്പൊ ഓൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇതിനെതിരെയുള്ള 10 അല്ലെങ്കിൽ 20 ഈ ഒരു ഫ്രീഡം ഓഫ് കോൺഷ്യൻസിനെ എതിർക്കുന്ന ഭാഗങ്ങൾ ഉണ്ടാവും. അതൊന്നും അവർ ശ്രദ്ധിക്കില്ല. എന്നിട്ട് എന്ത് ചെയ്യും, ഇസ്ലാം എന്ന് പറയുന്നത് എന്താണ്, ലിബറലിസത്തെ അംഗീകരിക്കുന്നുണ്ട്, ഇസ്ലാം എന്ന് പറയുന്നത് LGBTQ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഞാൻ നിലവിൽ കണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോ നമ്മളിപ്പോ പറഞ്ഞ പോലെ മുസ്ലിംസ് വെസ്റ്റേൺ കൾച്ചറിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അതിന് ഏറ്റവും വലിയ തെളിവ് അവിടുത്തെ മൈഗ്രേഷൻ കണക്കാണ്. ഒരുപാട് മുസ്ലിംസ് ഇന്ന് അവിടെ മുസ്ലിമീങ്ങൾ എത്തുന്നതിനേക്കാൾ മതം പരിവർത്തനം നടത്തുന്നതിനേക്കാളും ഒരുപാട് മുസ്ലിമീങ്ങൾ യൂറോപ്പിനെ അട്രാക്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. അവിടെയുള്ള എഡ്യൂക്കേഷൻ,
അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവിടെ പോകുന്നത്. അപ്പോ അത് യഥാർത്ഥത്തില് വെസ്റ്റേൺ കൾച്ചറിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ബെനിഫിറ്റുകളെല്ലാം ഇഷ്ടപ്പെട്ടുകൊണ്ട്. എന്നാൽ ദഅവത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ദഅവത്തിന് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സ്ഥലമായിട്ടും ഇന്ന് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് തന്നെ അറിയാണ്ടാണ് പ്രൊപ്പഗാൻഡ നടത്തുക. ഓരോ ആൾക്കാരെ നമ്മൾ യൂട്യൂബിൽ കാണലുണ്ട്. അതിനു വേണ്ടിയിട്ട് തന്നെ ദഅവത്തിന്റെ ഒരു വലിയൊരു സാധ്യതയായിട്ട് മുസ്ലിം ലോകം യൂറോപ്പിനെ കാണുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞിട്ടുള്ള ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ. ഇപ്പോ റമവാനില് ലണ്ടൻ ബ്രിഡ്ജില് ബാങ്ക് വിളിക്കും. അത് അവിടെ എന്ത് വിളിക്കുന്നു എന്നുള്ളതല്ല, അവിടെ ജനങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. അപ്പോ നമുക്ക് മുസ്ലിം സമൂഹത്തിന് നല്ല രീതിയിൽ മുസ്ലിം സമൂഹത്തിന്റെ അടിസ്ഥാന തത്വങ്ങളൊന്നും പണയം വെക്കാതെ തന്നെ നമുക്ക് ജീവിക്കാനും അവർ നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിൽ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള പല വഴികളും അവരുടെ നിന്ന് നമുക്ക് കടമെടുത്തുകൊണ്ടും അവർ തെറ്റുകൾ ഒഴിവാക്കിയിട്ട് അവരിൽ കടമെടുത്തുകൊണ്ടും ഏറ്റവും നല്ല പ്രവർത്തനമായ ദഅവത്തിലേക്ക് നല്ല ഓപ്പർച്യൂണിറ്റികളാണ് യൂറോപ്പിലിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിംസ് ഏറ്റവും കൂടുതൽ ഇതിലേക്ക് അട്രാക്ട് ആവുന്നത്. ഒരുപാട് മൈഗ്രേഷൻ, ഇന്ന് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്ന മതം മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അതായത് ദഅവത്തിന്റെ ഓപ്പർച്യൂണിറ്റികൾ ഒരുപാട് തുറക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് അട്രാക്റ്റീവ് ആവും. മറുവശത്ത് കൂടെ മുസ്ലിം സമൂഹം അട്രാക്ഷൻ ഒരു വേറെ രീതിയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഫാഷന്, അതുപോലെ മറ്റു സംസ്കാരങ്ങൾ, വിവാഹം പോലുള്ള സംസ്കാരങ്ങൾ. ഇന്ന് ഈ ഫാഷന്റെ കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ മലബാർ ഏരിയയിലൊക്കെ പണ്ട് മുസ്ലിംസ് ധരിച്ചിരുന്ന വസ്ത്രധാരണയും ഇന്ന് അവർ ധരിക്കുന്ന വസ്ത്രധാരണയും തമ്മിലൊക്കെ വളരെ വലിയ അന്തരമുണ്ട്. പണ്ട് ഒരു സ്ത്രീ പറയുകയാണെങ്കിൽ ഇപ്പോ വെസ്റ്റേൺ കൾച്ചറിലുള്ള വസ്ത്രധാരണ ഒന്നുകൂടി സിമ്പിൾ ആയതുകൊണ്ട്, പക്ഷെ അത് ഇസ്ലാമുമായി ബന്ധപ്പെട്ടുള്ള വസ്ത്രധാരണയിൽ നിന്ന് എതിരാണ്. ഇന്ന് നമുക്ക് ശരിക്കും ഇസ്ലാമില് വസ്ത്രധാരണയ്ക്ക് ഒരു സ്ത്രീ പൂർണ്ണമായും ഔറത്തുകളൊക്കെ മറച്ച് കൃത്യമായിട്ട് പുറത്തിറങ്ങുക എന്നുള്ളതാണ്. ആ ഒരു രീതിയിലായിരുന്നു മുമ്പ് കാലം വരെ നമ്മുടെ നാട്ടിലും നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് അത്തരം ആളുകൾ വെസ്റ്റേൺ സമൂഹത്തിനെ അവരെ കോപ്പി ചെയ്തുകൊണ്ട് അവരുടെ വസ്ത്രധാരണങ്ങൾക്ക് മാറ്റം വരുത്തുകയാണ്. ലിബറൽ ചിന്താഗതിയായിട്ടാണ് അവരത്തൊന്നും വേണ്ട, അല്ലെങ്കിൽ ഞാൻ എന്റെ ഇഷ്ടം, എന്റെ ലൈഫ്, എന്റെ മൈ ലൈഫ് മൈ റൂൾസ് എന്ന ലെവലിലേക്ക് മാറിക്കൊണ്ട് ഞാൻ എന്ത് ധരിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും, അത് എന്റെ മതമോ തീരുമാനിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലക്ക് മാറിക്കൊണ്ട് അത്തരം ആളുകൾ ആ ഒരു വെസ്റ്റേൺ കൾച്ചറിലുള്ള വസ്ത്രധാരണങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ വിവാഹത്തിന്റെ രീതിയും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് ഇസ്ലാം നിഷ്കർഷിക്കുന്നത് കൃത്യമായിട്ട് നിക്കാഹിലൂടെയുള്ള വിവാഹം. പക്ഷെ ഇന്നത് മാറി ഒരു ലിവിങ് ടുഗദറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹം. മുസ്ലിം സമൂഹത്തിലും അത് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ലക്ഷ്യത്തോടു കൂടിയും ഞാൻ നേരത്തെ പറഞ്ഞ ദഅവത്തിന്റെ ഓപ്പർച്യൂണിറ്റി വഴി എത്തുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള ലക്ഷ്യങ്ങളിലൂടെ എത്തുന്ന ആളുകളും ഉണ്ട്. അത് നെഗറ്റീവ് ആയിട്ടുള്ള വിവാഹങ്ങളൊന്നും കഴിക്കാതെ, അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിട്ടുകൊണ്ട് മുസ്ലിങ്ങളായിട്ട് തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോ വിവാഹം കഴിക്കാതെ ലിവിങ് ടുഗദർ ജീവിതങ്ങൾ അത് ആഗ്രഹിച്ചുകൊണ്ട് യൂറോപ്പിലേക്ക് എത്തുന്നവരുണ്ട്. അത് നമ്മളിലേക്ക് എത്തുന്ന ചില മെസ്സേജ് നമ്മൾ തേടി പോവുകയാണ്. ഒരു മധുരം കിട്ടി കഴിഞ്ഞാൽ മധുരം തേടിക്കൊണ്ട് തേനീച്ച പോകുന്നത് പോലെ ഇതൊരു മധുരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് ആളുകൾ ദഅവത്ത് തേടി പോകുന്ന ഒരു സ്ത്രീ എങ്ങനെയാണ് അവരുടെ ഔറത്ത് ഒക്കെ വെളിവാക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണ, അത് ഒരു ലോജിക്. നമ്മൾ ദഅവത്ത് തേടി പോകുന്ന സ്ത്രീ എന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത് യൂറോപ്പിലേക്ക് പോകുന്ന വഴികൾ പലതാണ്, കാരണങ്ങൾ. അതിൽ ഒന്ന് എന്താവാം, ദഅവത്തിന്റെ ഓപ്പർച്യൂണിറ്റി ആവാം. അതൊന്ന്. രണ്ടാമത്തെ കാരണം, ഇനി 10 മിനിറ്റാണ് ഉള്ളത്. കൺക്ലൂഷൻ പാർട്ടൊന്നും ഉണ്ടാവില്ല. ഈ 10 മിനിറ്റിൽ നിങ്ങൾക്ക് പറ്റാവുന്നിടത്തോളം ഇൻവോൾവ്മെന്റ് ഉണ്ടാക്കാം മാക്സിമം. ഇനിയൊരു കൺക്ലൂഷൻ സ്പേസ് ഉണ്ടാവില്ല. ഈ 10 മിനിറ്റിൽ പരിപാടി വൈൻഡപ്പ് ചെയ്യും. തുടർന്നോളൂ. ഈ യൂറോപ്യൻ കൾച്ചർ മതത്തെ അംഗീകരിക്കാത്തതില് നമ്മളെ യൂറോപ്പിനെ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല. ഇപ്പോ യൂറോപ്പ് എന്തുകൊണ്ട് മതത്തെ തീരെ ഗൗനിക്കുന്നില്ല ചോദിച്ചു കഴിഞ്ഞാല് അവിടെ പണ്ടുണ്ടായിരുന്ന ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ അവിടെ ചർച്ച് ഉണ്ട്, ചരിത്രങ്ങളാണ്. അതായത് ചർച്ച് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് അവിടെ ചർച്ചിലെ പ്രീസ്റ്റ് കാര്യങ്ങളൊക്കെ അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ കാര്യങ്ങളൊക്കെ മാറ്റി തുടങ്ങി. അതെന്ത് ചെയ്തില്ല, ഈ ഒരു യൂറോപ്യൻസ് അവർക്കൊന്നും ഇഷ്ടപ്പെടാതെ വന്നു. അപ്പൊ അവരങ്ങനെ എന്ത് ചെയ്തു, റെബല്യൻ തുടങ്ങി. അങ്ങനെ റെബല്യൻ തുടങ്ങി അവരുടെ ഫസ്റ്റ് വാദം എന്ന് പറയുന്നത് എന്താ വെച്ചാല് ഈ പൊളിറ്റിക്സ്
റിലീജിയനിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കണം എന്നായിരുന്നു അവരുടെ ഫസ്റ്റ് വാദം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പൊളിറ്റിക്സ് അങ്ങനെ മാറിക്കഴിഞ്ഞു. പക്ഷേ ഇനി എന്താണ് ഗൈഡൻസ്, പൊളിറ്റിക്സ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് അവർക്ക് ഒരു മോറൽ കോമ്പസ് വേണം, അതുണ്ടായിരുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് അവര് എന്ത് ചെയ്തെന്ന് വെച്ചാല് ഡെമോക്രസി കൊണ്ടുവരുന്നത്. ഡെമോക്രസിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് അതാണ് ശരി. അങ്ങനെ വന്നപ്പോ വേറൊരു പ്രശ്നം വന്നു, എന്താ വെച്ചാല് മൈനോറിറ്റി നമ്മൾ എന്ത് ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് ലിബറലിസം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ലിബറലിസം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈനോറിറ്റിക്കാർക്ക് ഫുൾ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ നൽകണം. അതായത് ഒരു നോ ഹാം പ്രിൻസിപ്പൽക്കില്ല ഒരു മടക്കമായിരുന്നു അന്ന് അവിടുത്തെ തിങ്കേഴ്സ് കാര്യങ്ങൾ കൊണ്ടുപോയത്. അങ്ങനെ കൊണ്ടുപോയി ഈ ലിബറലിസം അവിടെ കൊണ്ടുപോയത് സത്യത്തിൽ ഈ യൂറോപ്പിന് തന്നെ പണി കിട്ടിയ രൂപത്തിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ എന്താ വെച്ചാൽ ചിലവർ കരുതും ഞാനൊരു പട്ടിയാണെന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു, ഇനി മുതൽ ഞാനൊരു പട്ടിയാണ്, ഇനി മുതൽ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഞാനൊരു ഗെയ്യാണ്, ഇപ്പൊ ഞാനൊരു ഗെയ്യാണ്. ഒരാൾ പറയും എനിക്ക് ഒരു ഒബ്ജക്റ്റിനോടാണ് കാമം തോന്നുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്ക് മാറി ഈ ഒരു കാര്യങ്ങൾ അവരവിടെ ഉപേക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു കാര്യം നമ്മുടെ നാട്ടിലേക്ക് ഓറിയന്റലിസ്റ്റിലുള്ള ആളുകൾ വരികയും അവരവിടെ ഉപേക്ഷിച്ച് തുടങ്ങുന്നുണ്ട്. ഈ റഷ്യ പോലുള്ള ആളുകളും അതുപോലെ അമേരിക്ക പോലും പറഞ്ഞു LGBT അവിടെ ഒഴിവാക്കിയിരുന്നു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഉയർത്തിപ്പിടിച്ചാണ് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളത്, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ഈ ഏരിയയിലുള്ള ആളുകൾ കൊണ്ടുവരുന്നത്. അതിലേറ്റവും കൂടുതൽ ഇസ്ലാമിലെ ആളുകളും ഉൾപ്പെടുന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ള കാര്യം. അപ്പോ നമ്മള് ഈ ഒരു ചർച്ചയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യൂറോപ്യൻ കൾച്ചർ എന്ന് പറയുന്നത് അത് ലോകത്ത് ഉയർന്നു നിൽക്കാനുണ്ടായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. പക്ഷെ നമുക്ക് പ്രശ്നങ്ങളായിട്ടുള്ള, നമുക്ക് ഭീഷണികളായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് ഇൻഡിവിജ്വലിസം, LGBT കൊണ്ടുവന്നിട്ടുള്ളത്, ലിബറലിസം, ഇങ്ങനത്തെ ഒരുപാട്. ഇപ്പോ മാതാപിതാ ശിശുബന്ധം ഇത് വളരെയധികം താഴ്ന്നു പോകുന്നത്. പിന്നെ എന്റെ ശരീരം പ്യുവർ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കാം എന്നുള്ള ചിന്തകൾ, ഇതൊക്കെ സമൂഹത്തിന്റെ അടിത്തറ തന്നെ ഇളക്കുന്ന കാര്യങ്ങളാണ്. അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാല് എല്ലാവരും അറിയാം നല്ലത് എടുത്തിട്ട് ചീത്തത് കളയാ എന്നുള്ളത്. അപ്പൊ മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ യൂറോപ്യൻ കൾച്ചറിനെ കാണുന്നത്, അതിനെ ലയിക്കുന്ന സമയത്ത് നമ്മൾ കാണേണ്ടത് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി മറിച്ച് പങ്ക്ച്വാലിറ്റി, ശുചിത്വം, ഫുഡ് കഴിക്കുന്ന രീതികൾ, അവര് ഇസ്ലാമിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അങ്ങനെ ഓപ്പൺ ഡിബേറ്റുകൾ, എഡ്യൂക്കേഷൻ സിസ്റ്റം, പിന്നെ ഓപ്പർച്യൂണിറ്റി ഫോർ ദഅവക്കുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നല്ലതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ വക ഇസ്ലാമിന്റെ എല്ലാ രീതിയിലുള്ള വിശ്വാസത്തോടെയും ജീവിക്കുന്ന ഒരു വ്യക്തി നമ്മളെക്കാളും ശുചിത്വവും അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിനേക്കാളും ഒരു സൗന്ദര്യം അല്ലെ സിവിക് സെൻസ് ഉള്ള കൾച്ചർ എന്ന് യൂറോപ്യൻ കൾച്ചറിനെ പറയാറുണ്ട്. അപ്പോ ഈ കൾച്ചറുകളൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്നുണ്ടെങ്കിലും നേരെ മറിച്ച് നമ്മൾ ഇന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എന്തുണ്ടാവുന്നത്, നമ്മൾ വരുന്നത് ഇൻഡിവിജ്വലിസം അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. കാരണം നമ്മൾ ഈ വിഭാഗത്തിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് ഇത് നമ്മൾ പരസ്പരം ഒഴിവാക്കിയിട്ട് ഇത് നമ്മൾ കൃത്യമായിട്ടും ഇത്തരം ചർച്ചകൾ ആവശ്യമാണ്. അതോടെ ഇതിന്റെ പ്രാധാന്യം ഇവർ ഇതിലൊക്കെ ഫാഷൻ ഇപ്പോ ഫാഷൻ എന്ന് കേൾക്കുമ്പോൾ യൂറോപ്യൻസ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നേരെ മറിച്ചിട്ട് ശുചിത്വം അല്ലെങ്കിൽ ഫുഡ് അല്ലെങ്കിൽ അതൊരു ഐഡന്റിറ്റി ആയി മാറി എന്നുള്ളതാണ്. ഫാഷൻ ചിന്തിക്കുന്ന സമയത്ത് യൂറോപ്യൻസ് എന്നുള്ള ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊരു ഐഡന്റിറ്റി അവിടെ മാറി. ആ ഒരു കാര്യങ്ങൾ സ്വീകരിച്ച് കൂടുതൽ ആളുകൾ അതിൽ ലയിച്ചു പോയി എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു ചിന്ത വരുന്നത്. അതിനെ നമ്മൾ തിരുത്തണം. കാരണം നല്ല കാര്യങ്ങളുണ്ട്, അത് നമ്മൾ എടുക്കുക, ചീത്ത കാര്യങ്ങൾ ഒഴിവാക്കുക. അതുകൊണ്ട് തന്നെ ഒരു നല്ല മുസ്ലിം ആയിട്ട്, നല്ല പങ്ക്ച്വൽ ആയിട്ട്, നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ലയിക്കുന്ന ഒരു മുസ്ലിമിന് സാധിക്കും. ഇപ്പൊ യഥാർത്ഥത്തിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ നേരെ തിരിച്ചാണ്. ഇതിന് വളരെയധികം ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മൾ പറഞ്ഞല്ലോ ഈ യൂറോപ്യൻസ് സെക്യുലറിസം കൊണ്ടുവന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ റിലീജിയസ് ലീഡേഴ്സ് പൊളിറ്റിക്സിൽ ഇൻവോൾവ് ആയതുകൊണ്ടാണ്. പക്ഷേ ഇന്ന് നിലവിൽ അങ്ങനത്തെ ഒരൊറ്റ കൺട്രി മാത്രമേ ഉള്ളൂ, എന്ത് റിലീജിയസ് ലീഡേഴ്സ് പൊളിറ്റിക്സിൽ ഇൻഫ്ലുവൻസ് ഇല്ല, ഒറ്റ കൺട്രി മാത്രമേ ഉള്ളൂ, അത് ഇറാനാണ്. പക്ഷേ നമ്മളിപ്പോ നോക്കുമ്പോൾ സൗദിയിലൊന്നും ഈ ഒരു പ്രശ്നമില്ല, റിലീജിയസ് ലീഡേഴ്സിന് പൊളിറ്റിക്സിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. പക്ഷെ എന്നിട്ട് പോലും ഇപ്പൊ സൗദിയിലെ ഇങ്ങനെ വെസ്റ്റേൺ ഐഡിയോളജീസിനെ മനസ്സിൽ താലോചിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ ആവശ്യപ്പെടുന്നത് സെക്യുലറിസം ആണെന്നാണ്. അപ്പോ അവരവിടെ എന്ത് സെക്യുലറിസം ആണ് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താ വെച്ചാൽ അവിടുത്തെ ഭരണ നിയമങ്ങൾ, പോളിസികളൊക്കെ ഇസ്ലാമിക് ലെജിസ്ലേച്ചർ, ഇസ്ലാമിക് ശരിയയിൽ നിന്ന് വിമുക്തമാക്കണം എന്നാണ്. അപ്പോ അതിൻ്റെയൊക്കെ ഒരു ആവശ്യകത എന്താണ്? ഇസ്ലാമിക് ശരിയാത്ത അത്രയും
ഐഡിയലായി നിൽക്കുന്നതും മാത്രമല്ല ഒരു ഇസ്ലാമിക് ഭൂരിപക്ഷമാണ് അവിടെ ഇസ്ലാമിക് ശരീഅത്ത് നടപ്പാക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും വെറുതെ യൂറോപ്പാണ് ഏറ്റവും നല്ല ഒരു ഐഡിയോളജി മുന്നോട്ട് വെക്കുന്നത് പറഞ്ഞുകൊണ്ട് നമ്മളത് നിലവിലുള്ള ഒരു ഐഡിയോളജി നമ്മൾ മാറ്റിക്കൊണ്ട് അതാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഐഡിയോളജി മാറ്റുക എന്നുള്ളത്, ഐഡിയോളജി എന്നുള്ളത് നമ്മളുടെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. അവരുടെ കൾച്ചർ നമ്മൾ എത്രമാത്രം എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോ അത് നമുക്ക് പറയാൻ സാധിക്കും. അതെന്ന് വെച്ചാല് ഐഡിയോളജികൾ നമ്മളെ സ്വാധീനിക്കുന്ന വേയും കൾച്ചർ നമ്മളെ സ്വാധീനിക്കുന്ന വേയും രണ്ടും അത് വേറൊരു വിഷയമാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. എല്ലാവരും പറഞ്ഞ പോലെ നല്ലത് എടുക്കുക, ചീത്തത് ഇത് ഒരു ഫീഡാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മൾ കേൾക്കുന്ന സോഷ്യൽ മീഡിയകളെല്ലാം യൂറോപ്യന്മാരുടെ കൈകളിലാണ്, അല്ലെങ്കിൽ അതുമായി പാശ്ചാത്യ സംസ്കാരങ്ങൾ സമൂഹത്തിന്റെ കൈകളിലാണ്. അപ്പൊ അവരതിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതോടുകൂടെ നമ്മൾ അതിൽ വീഴാതെ പോകുക എന്നുള്ളത് നാം നമ്മോട് കാണിക്കേണ്ട ഉത്തരവാദിത്തമാണ് എന്നുള്ളതാണ്. ഈ ഫീഡാണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെലുത്തുന്നത് ഇത്ര കാര്യങ്ങൾ മുകളിലേക്ക് എത്തിക്കാൻ. അപ്പോ ആ ഒരു രീതി നിങ്ങൾ പറഞ്ഞ പോലെ മാറ്റി വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമുദായം അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം നിലനിൽക്കുള്ളൂ. നമ്മളിപ്പോ സിവിക് സെൻസ് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ ഈ വിശ്വാസശുദ്ധി കാര്യങ്ങളും നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ? ഇപ്പോ നമ്മള് വിശ്വാസശുദ്ധിയുടെ കാര്യത്തിൽ നമ്മൾക്ക് എന്താണ് ഉള്ളത് അത് നമ്മൾ ആവാഹിക്കാണ് വേണ്ടത്. പക്ഷെ നിലവില് തിരിച്ചാണ് നടക്കുന്നത്. അപ്പോ ഈ ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കാന്നില്ലതിന് എന്തെങ്കിലും ഐഡിയാസ് കാര്യങ്ങളുണ്ടാവും? നമ്മള് എന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഡിസ്കഷൻസ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും ആൾക്കാർക്ക് എത്തൂല. കാരണം ഒരു 45 മിനിറ്റുള്ള ഒരു ഡിസ്കഷൻ അതൊന്നും നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും. പകരം നമ്മൾ എൻ്റെ ഒരു ആശയത്തിലില്ല, നമ്മൾ റീൽസ് കാര്യങ്ങളിലൂടെ തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊപ്പഗാൻഡ മുന്നോട്ട് വെക്കുന്നതല്ലേ നല്ലത്. അതാണ്. അതോട് കൂടെ തന്നെ നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ നമ്മൾ എടുത്ത് കാണിക്കേണ്ട കുറെ ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പോ ഡിസിപ്ലിൻ, പങ്ക്ച്വാലിറ്റി. ഒരു സമൂഹത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കുടുംബമാണ്. അപ്പോ നാം നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. ഇപ്പോ എന്റെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഡ്രസ്സുകളാണ്, അതാണ് പ്യൂർ, അതാണ് നല്ലത്, മറ്റുള്ള എന്ന് പറയുമ്പോൾ നേരെ മറിച്ചിട്ട് ഒരു ഐഡന്റിറ്റികളായിട്ടുള്ള എന്റെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്ന മറ്റുള്ളവരുടെ കൾച്ചറോ എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലേക്കാകുമ്പോൾ എന്റെ മക്കൾക്ക് ഞാൻ നൽകുന്ന മെസ്സേജും അതാണ്. അത് നേരെ മറിച്ചിട്ട് സമൂഹത്തിന്റെ യൂണിറ്റ് കുടുംബമാണെന്നുള്ള രീതിയിൽ കുടുംബത്തിൽ നിന്ന് നമ്മൾ തുടങ്ങാം. കൂടെ സോഷ്യൽ മീഡിയ നമുക്ക് യൂസ് ചെയ്യാം. സോഷ്യൽ മീഡിയ ഇതിന് ധാരാളമായിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നത്. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ്, ദാവയുടെ ഓപ്പർച്യൂണിറ്റീസ് നടക്കുന്നു എന്നുള്ളത് ഇവര് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ്. അപ്പോ ഈ ഒരു അറിവ്, അതായത് നല്ല കാര്യങ്ങൾ ഒരുപാട് മനസ്സിലാക്കാനുണ്ട്, എന്നാൽ ചീത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. നമ്മള് ഒരു വിഷയം കേൾക്കുന്ന സമയത്ത് ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് കുറെ മുസ്ലിങ്ങളാണ് സെർച്ച് ചെയ്യുന്നത്. കുറെ മുസ്ലിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ ഫുൾ അഡ്വാൻസ്ഡും അതുപോലെ തന്നെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏതോ 6-ാം നൂറ്റാണ്ടിലെ ഏതോ ഒരാൾ വന്ന് അങ്ങനത്തെ ചിന്താഗതികളൊക്കെ ശരിക്കും ഉണ്ടോ? നമ്മളിങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ നമ്മൾ അനുഭവം ഉണ്ടോ നമ്മുടെ നാട്ടില്? അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടോ നിലവില്? അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ചരിത്രത്തിലൊക്കെ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഇസ്ലാം എത്രമാത്രം അഡ്വാൻസ്ഡ് ആയിരുന്നു. പല സ്റ്റഡികളുടെയും ഫാദർ ഓഫ് സ്റ്റഡി എന്ന് നോക്കുമ്പോൾ ഇപ്പോ നമ്മളെ ടെക്സ്റ്റ് ബുക്സ് ഇപ്പോ മറ്റേ പുതിയ PM ശ്രീ ആകട്ടെ അതിലൊക്കെ ഇപ്പൊ ടിപ്പു സുൽത്താൻ അതൊക്കെ മറച്ചു വെക്കുക. അപ്പോ ഈ ബി ജെ പിക്കാർ എന്തിനാണ് ഇങ്ങനെ ഇസ്ലാമിക്സിനെ ഈ മറച്ചു വെക്കുന്നത്? അതും വെസ്റ്റേൺ ഇത്തരത്തിലുള്ള മുസ്ലിംസിന്റെ ഒരു നാഗരികതയെ എന്താണ് തടയിടുക എന്നുള്ള ലക്ഷ്യത്തോടെ ഞാൻ ചോദിക്കാൻ അതിൽ വീഴാതെ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മോട് ചെയ്യാൻ പറ്റുന്ന ഉത്തരവാദിത്തം എന്നുള്ളത്. നമ്മുടെ ഐഡന്റിറ്റി നമ്മുടെ ഒരു ഐഡന്റിറ്റി നമ്മള് ശരിക്ക് നമ്മളൊരു പ്രകാശമായി മാറുകയാണ് വേണ്ടത്. യൂറോപ്പിലേക്ക് പോകുമ്പോൾ ഒരു ലയിക്കുന്ന യൂറോപ്യൻ സമൂഹത്തിൽ കൾച്ചറിൽ ലയിക്കുന്ന മുസ്ലിം സമൂഹം എന്ന് പറയുമ്പോൾ യൂറോപ്പിനെ കുറിച്ച് പറയുമ്പോൾ കൾച്ചറിനെ ആകർഷിച്ചു പോകുമ്പോൾ നമുക്ക് സ്വയം ഒരു മിന്നാമിനിങ്ങായിട്ട് നമുക്ക് നടക്കാം. കാരണം നമ്മുടെ ഐഡന്റിറ്റി മിന്നാമിനിങ് എന്ന് പറയുന്നത് കാരണം ഏറ്റവും അട്രാക്റ്റീവ് ആവും. അതായത് നമ്മളെ ഐഡന്റിറ്റി പണയപ്പെടുത്താതെ അവിടെ എന്തും ചെയ്യാം. അവിടെ എന്തിനും സ്പേസ് ഉണ്ട്. തുടക്ക സമയത്ത് പറഞ്ഞു ഈ ഒരു വിഷയത്തെ നമുക്ക് രണ്ട് രീതിയിൽ കാണാമെന്നുള്ളത്. അതായത് നമുക്ക് ഇന്നത്തെ മുസ്ലിംസ് എന്ത് ചെയ്യാം, അവിടെ പോയിട്ട് അവരിൽ ഒരു ആളായിട്ട് ആ ഒരു സമൂഹത്തെ എന്ത് ചെയ്യാം മാറ്റി കൊണ്ടുവരുന്ന രീതി, അതാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ നേരെ മറിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്നുള്ളത് അവിടെ ഉപേക്ഷിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യാണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് അതിനെ വലിയ സംഭവമാക്കി കൊണ്ടു നടക്കുന്ന ഒരു രീതിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിൽ നിന്ന് മാറി നേരത്തെ പറഞ്ഞ പോലെ അവരിൽ ഒരാളായി അവിടുത്തെ കാര്യങ്ങൾ അവരെന്ത് ചെയ്യുക, അവിടുത്തെ രീതികളെ മാറ്റം വരുത്തി നമ്മളിലേക്ക് ലയിപ്പിക്കുന്ന ഒരു സംഭവം കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ഉചിതം എന്നുള്ളത് ആണ് പറയാൻ വെക്കാനുള്ളത്.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാൻ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി സറ്റൈറികൾ ടോക്കിനുള്ള എല്ലാ വിദ്യാർത്ഥികളും മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടേണ്ടതാണ്.